കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടമാണ് മുംബൈ. രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരമാണ് മുംബൈ. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം. അതുകൊണ്ട് തന്നെ മുംബൈയുടെ ഭരണം പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് മുന്നണികൾ. പ്രധാനമായും രണ്ട് മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസ്, ശിവസേന താക്കറെ, NCP ശരത് പവാർ വിഭാഗം നേതൃത്വം നൽകുന്ന മഹാവികാസ് അഗാഡി സഖ്യം ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ മഹായുദ്ധിയുടെ ലേബലിൽ BJPയും NCP അജിത് പവാറും ഷിൻഡെയുടെ ശിവസേനയും നിൽക്കുന്നുണ്ട്. മുംബൈ കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ പാർട്ടികളുടെ മുന്നിലുള്ളത്. മുംബൈ കയ്യിലിരിക്കുകയാണെങ്കിൽ സംഭാവനയിലൂടെ കോടികൾ ഭരണകക്ഷിയുടെ അക്കൗണ്ടിലെത്തും എന്നുള്ളതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. ഇവിടെ പതിവ് കലാപരിപാടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. മുംബൈ NDAയുടെ പോക്കറ്റിലാക്കുവാൻ ചില കളികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തുന്നുണ്ടെന്നാണ് ആരോപണം. എന്നാൽ ജാഗ്രതയോടെ പ്രതിപക്ഷം കാവൽ നിൽക്കുമ്പോൾ അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്നാണ് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ വേണ്ട, കള്ളക്കളി വേണ്ട എന്ന് നേതാക്കന്മാർ കട്ടായം പറയുന്നുണ്ട്. ഇപ്പോൾ മുംബൈയിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. ആകെയുള്ള 1.03 കോടി വോട്ടർമാരിൽ 11 ലക്ഷത്തിലധികം പേർ, അതായത് 10% പേർ ഇരട്ട വോട്ടർമാരാണെന്ന് മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെയാണ് പ്രതിപക്ഷം കട്ടക്കലിപ്പിലേക്ക് മാറുന്നത്. ഇതേ തുടർന്ന് പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഡിസംബർ 3 വരെ നീട്ടിയിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഡിസംബർ 10 പ്രസിദ്ധീകരിക്കുമെന്നും പറയുന്നുണ്ട്. 4.25 ലക്ഷത്തിലധികം വോട്ടർമാരുടെ പേരുകൾ ഒന്നിലധികം തവണ പട്ടികയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പേര് 103 തവണ വരെ രേഖപ്പെടുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അച്ചടി പിശകുകൾ, വോട്ടർമാരുടെ സ്ഥലമാറ്റം, മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യാത്തത് തുടങ്ങിയവയാണ് ഈ പിഴവുകൾക്ക് കാരണമായി ഉദ്യോഗസ്ഥർ പഴിചാരുന്നത്. എന്നാൽ ഇത് BJPക്ക് വേണ്ടിയാണെന്നും ആ പരിപ്പ് മുംബൈയിൽ വേവില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. മുംബൈയിൽ മാത്രം 11 ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിക്കണമെന്നും ഉപമുഖ്യമന്ത്രി അജിത് പവാർ ആവശ്യപ്പെടുന്നുണ്ട്. മുൻ മേയർ കിഷോരി പെട്നേക്കർ പ്രതിനിധീകരിച്ച വർലിയിലെ 199 നമ്പർ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടർമാരുള്ളത്. ആദിത്യ താക്കറെയുടെ മണ്ഡലമായ വർലിയിലെ 2 വാർഡുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേടുകൾക്കെതിരെ ശിവസേന ഉദ്ധവപക്ഷം MLA ആദിത്യ താക്കറെ രംഗത്തെത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേരുകൾ ആവർത്തിക്കപ്പെട്ടതായും വോട്ടർ കാർഡുകളിൽ അടിസ്ഥാന വിവരങ്ങൾ ലഭ്യമല്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2026 ജനുവരി 31 മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിലേക്ക് നീളാൻ സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ പൂർണ്ണമായി മാറ്റി കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇരട്ട പേരുകൾ നീക്കം ചെയ്യുന്നതിനായി 25 അസിസ്റ്റന്റ് മുനിസിപ്പൽ കമ്മീഷണർമാരെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചുകൊണ്ട് ശുദ്ധീകരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കുവാൻ ഏകദേശം 3 മാസത്തോളം എടുക്കും. ഇതോടെ ഫെബ്രുവരി പകുതിയോടെ മാത്രമേ നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളൂവെന്നും പറയുന്നുണ്ട്.